ഒമാനിൽ നിർമ്മിത ബുദ്ധി ഉപയോഗത്തിന് പൊതുനിയമം വരുന്നു. നിർദ്ദേശങ്ങൾ ക്ഷണിച്ചുകൊണ്ട് മന്ത്രാലയം. റിയാലിന്റെ വിനിമയ നിരക്ക് സർവകാല റെക്കോർഡിൽ. മസ്കറ്റ് വിമാനത്താവളത്തിൽ സ്മാർട്ട് ഇ ഗേറ്റുകൾ പ്രവർത്തനക്ഷമമായി. നമസ്കാരം, ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിൽ നിർമ്മിത ബുദ്ധി ഉപയോഗത്തിന് പൊതുനിയമം വരുന്നു. ഇതിനായി മന്ത്രാലയം നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. AI സാങ്കേതിക വിദ്യകളിലെ ദ്രുതഗതിയിലുള്ള പുരോഗതിയുടെയും വളർച്ചയുടെയും അതോടൊപ്പം വിവിധ മേഖലകളിൽ ഇവിടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും വികസനവും നിയന്ത്രിക്കുന്നതിന് ഒരു നിയമം രൂപീകരിക്കാൻ ഗതാഗത വാർത്താവിനിമയ ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ഒരുങ്ങുന്നു. വ്യക്തിഗത അവകാശങ്ങൾ സംരക്ഷിച്ചും പൊതുധാർമ്മിക മൂല്യങ്ങളെ സംരക്ഷിച്ചും കൊണ്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പൊതുനയത്തിനാണ് മന്ത്രാലയം ഒരുങ്ങുന്നത്. ഇതിനായി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംഭാവന ചെയ്യാൻ വ്യക്തികളെയും സാങ്കേതിക വിദഗ്ധരെയും അക്കാദമിക് വിദഗ്ധരെയും മന്ത്രാലയം ക്ഷണിച്ചിട്ടുണ്ട്. വിവിധ മേഖലകളിൽ AI സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അഭിപ്രായങ്ങൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2024 ഓഗസ്റ്റ് 28 എല്ലാ നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ സാധ്യതയില്ലെങ്കിലും എല്ലാ നിർദ്ദേശങ്ങളും മന്ത്രാലയം അവലോകനം ചെയ്യും. റിയാലിന്റെ വിനിമയ നിരക്ക് സർവകാല റെക്കോർഡിൽ. ഒരു റിയാലിന് 218 രൂപ എന്ന നിരക്കാണ് ഒമാനിലെ വിനിമയ സ്ഥാപനങ്ങളിൽ ഇന്നലെ നൽകിയത്. എന്നാൽ ഇന്ന് രാവിലെ ചെറിയ കുറവ് പ്രകടമായി. രാവിലെ 217.80 എന്ന നിലയിലാണ് വിനിമയ സ്ഥാപനങ്ങൾ നൽകുന്നത്. മാർക്കറ്റിലെ ഏറ്റക്കുറച്ചിലനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വന്നേക്കാമെന്ന് ധനവിനിമയ ഇടപാട് സ്ഥാപന മേധാവികൾ പറഞ്ഞു. ഇപ്പോൾ 1000 രൂപയ്ക്ക് 4.591 റിയാൽ നൽകിയാൽ മതിയാവും. ഇത് സർവകാല റെക്കോർഡാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലാണ് വിനിമയ നിരക്ക് പെട്ടെന്ന് ഉയരാൻ തുടങ്ങിയത്. അമേരിക്കൻ ഡോളർ ശക്തി പ്രാപിക്കുന്നത് കാരണം ഇന്ത്യൻ രൂപയുടെ വില ഇടിഞ്ഞതാണ് വിനിമയ നിരക്ക് ഉയരാൻ കാരണം. വിനിമയ നിരക്ക് ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. റിസർവ് ബാങ്ക് ഇടപെട്ടത് കൊണ്ടാണ് രൂപ കൂടുതൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. റിയാലിന്റെ വിനിമയ നിരക്ക് സർവകാല റെക്കോർഡിലെത്തിയിട്ടും വിനിമയ സ്ഥാപനങ്ങളിൽ വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ലെന്ന് വിനിമയ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു. ബംഗ്ലാദേശിലെ ഭരണ പ്രതിസന്ധി മൂലം ബംഗ്ലാദേശിലേക്കുള്ള പണമയക്കലിൽ വൻ ഇടിവ് വന്നതായും റിപ്പോർട്ടുണ്ട്. മസ്കറ്റ് വിമാനത്താവളത്തിൽ സ്മാർട്ട് ഇ ഗേറ്റുകൾ പ്രവർത്തനക്ഷമമായി. ഒമാൻ എയർപോർട്ട്സ് അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത്. റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ച് സ്മാർട്ട് ഗേറ്റ് പ്രവർത്തിപ്പിക്കുന്നതായും ഇനി കാത്തിരിപ്പില്ലാതെ യാത്ര സാധ്യമാകുമെന്നും അധികൃതർ പ്രസ്താവനയിൽ പറഞ്ഞു. സെക്കൻഡുകൾ കൊണ്ട് നടപടികൾ പൂർത്തിയാക്കി പുറത്തിറങ്ങാൻ നിലവിൽ സാധിക്കും. സ്മാർട്ട് ഗേറ്റുകൾ ഏർപ്പെടുത്തിയതോടെ ഇമിഗ്രേഷൻ ചെക്ക് ഇൻ കൗണ്ടറുകളിലെ നീണ്ട വരികൾ പഴങ്കതിയായി മാറുന്ന അവസ്ഥയിലേക്ക് മാറും. അതേസമയം രാജ്യത്തേക്ക് ആദ്യമായി വരുന്നവർക്ക് മാനുവൽ ഇമിഗ്രേഷൻ കൗണ്ടറുകൾ ഉപയോഗിക്കാവുന്നതാണ്. മഴയെത്തിയില്ല, മസ്കറ്റിൽ ആശ്വാസം. മസ്കറ്റ് ഉൾപ്പെടെ വിവിധ ഗവർണറേറ്റുകളിൽ മഴ ദുർബലമായി കടന്നുപോകുന്നതിന്റെ ആശ്വാസത്തിലാണ് ജനങ്ങൾ. ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി മസ്കറ്റ് ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴയും കാറ്റും കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരുന്നു. എന്നാൽ മസ്കറ്റിൽ ഇന്നലെ അർദ്ധരാത്രി നേരിയ തോതിലൊരു മഴ പെയ്തുവെന്നല്ലാതെ കൂടുതൽ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ അധികൃതരും വ്യാപാരികളും പൗരസമൂഹവും ശക്തമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. മത്രയടക്കമുള്ള സൂക്കുകളിലെ വ്യാപാരികൾ കടകളിലെ താഴ്ഭാഗങ്ങളിൽ സ്റ്റോക്ക് ചെയ്തിരുന്ന സാധനങ്ങളും മറ്റും ഗോഡൌണുകളിലേക്കും ഉയരമുള്ള ഭാഗങ്ങളിലേക്കും മാറ്റിയിരുന്നു. ഷട്ടറുകളും അതുപോലുള്ള വെള്ളം കടന്നുകയറാൻ സാധ്യതയുള്ള ഗ്യാപ്പുകളുമൊക്കെ ഇരുമ്പ് ബാരിക്കേഡ് സ്ഥാപിച്ചും ഫോം പുട്ടി ഉപയോഗിച്ച് പഴുതുകൾ അടച്ചുമാണ് പോയത്. മസ്കറ്റ് ഭാഗങ്ങളിൽ ഏതു സമയവും മഴ പെയ്തേക്കുമെന്ന് തോന്നത്തക്ക വിധം മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ദൃശ്യമായത്. തണുത്ത കാറ്റും വീശിക്കൊണ്ടാണ് ഈ ദിവസങ്ങൾ കടന്നുപോയത്. അതുകൊണ്ട് തന്നെ ചുട്ടുപൊള്ളിച്ചുകൊണ്ടിരുന്ന കനത്ത ചൂടിൽ നിന്നും ചെറിയ ആശ്വാസം ലഭിച്ചിരുന്നു. മഴ ആശങ്കകൾക്കിടയിലുണ്ടായ മികച്ച കാലാവസ്ഥ ആശ്വാസമായി മാറുകയും ചെയ്തു. രാജ്യത്തെ വിദേശ സ്കൂളുകളിൽ 60,000-ലധികം പ്രവാസി വിദ്യാർത്ഥികൾ. ഒമാനിലെ വിദേശ കമ്മ്യൂണിറ്റി സ്കൂളുകളിൽ പഠിക്കുന്നത് 60,000-ലധികം പ്രവാസി വിദ്യാർത്ഥികൾ എന്ന കണക്കുകൾ. 2023-24 അധ്യയന വർഷത്തെ കണക്കുകൾ പ്രകാരം 46 ഇന്റർനാഷണൽ സ്കൂളുകളിലായി 61,704 വിദ്യാർത്ഥികളും 2,935 അധ്യാപകരുമാണുള്ളത്. 46-ൽ 21 സ്കൂളുകളും മസ്കറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദോഫാർ, നോർത്ത് അൽബാത്തിന് എന്നിവിടങ്ങളിലാണ് മറ്റ് സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷന്റെ കണക്കുകൾ പ്രകാരം വിദേശ കമ്മ്യൂണിറ്റി സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ മുൻ അധ്യയന വർഷത്തേക്കാൾ ഇത്തവണ വർധനവുണ്ടായിട്ടുണ്ട്. 2020-21 വർഷത്തിൽ 56,206 വിദ്യാർത്ഥികളായിരുന്നു വിദേശ കമ്മ്യൂണിറ്റി സ്കൂളുകളിൽ ഉണ്ടായിരുന്നത്. അത് തൊട്ടടുത്ത അധ്യയന വർഷത്തിൽ 50,836 കുറഞ്ഞിരുന്നുവെങ്കിലും 2022-23 വർഷക്കാലയളവിൽ 57,054 വിദ്യാർത്ഥികളായി ഉയർന്നു. ഈ വർഷം അത് 61,704 ഉയർന്നത്. ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം Bring home your exchange. 100 years of tradition.
We exchange trust. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി